ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പടം വരയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനിവാസൻ പുള്ളിയുടെ പടം വരയ്ക്കാനാണ്. ഞാനിങ്ങനെ ഒരു ചെറിയ പഴയ കാലഘട്ടത്തിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു യങ് ടൈം. എല്ലാവരും പടം വരയ്ക്കുമ്പോൾ ഒരു യങ് ടൈം വരയ്ക്കുമ്പോഴാണല്ലോ ഒരു സന്തോഷം ഉണ്ടാവണം, അല്ലേ? എല്ലാവരും യങ്ങായിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? പുള്ളിയുടെ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മയിൽ വരുമ്പോൾ പുള്ളി നായകനായിട്ടുള്ള ഒരു പടം, പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ് ആ പടത്തിൽ എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമായിട്ടോ, ശരിക്കും പറഞ്ഞത്. കാരണം ഒരു ബാച്ചിലേഴ്സിൻ്റെ ശരിക്കുള്ള ഒരു പ്രസൻസ് അത് ശരിക്കും ഒപ്പിയെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ ആ ടൈമിൽ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തതെന്നുള്ള കറക്റ്റ് ഒരു ഇത് നമുക്ക് തന്നായിരുന്നു. എനിക്ക് തോന്നുന്നേ അത് എന്താ പറയുക, ഇപ്പോഴത്തെ പോലെ അല്ല. അന്ന് ആ ടൈമിൽ എനിക്ക് തോന്നുന്ന എല്ലാവരും ക്ലിക്കായി നിൽക്കുന്ന എല്ലാവരും അതിൽ വന്നിട്ടുണ്ട്. സിദ്ദിഖ്, ജഗദീഷ്, മാമുക്കോ, എല്ലാവരും, രാജു, എല്ലാവരും ഉണ്ട്. എല്ലാ കോമഡി ആർട്ടിസ്റ്റുകളെല്ലാം കൂടി കയറിയിട്ടുള്ള ഒരു ഇതായിരുന്നു. ആദ്യം തന്നെ എന്താ പറയുക, പടത്തിൻ്റെ ബിഗിനിങ് കാണിച്ച് ലാസ്റ്റ് കാണിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീല്, നമുക്ക് സന്തോഷം തോന്നും, അല്ലേ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഭിപ്രായം ഉണ്ടോ ഞാൻ പറയുന്നത്. പിന്നെ പുള്ളിയുടെ കണ്ണ് ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നു. മിണ്ടാതിരുന്ന് വരച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ബോറടിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരയ്ക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ലത് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ അത് നല്ലതല്ലേ. പിന്നെ പുള്ളീനെക്കുറിച്ച് പറയാനാണെങ്കിൽ, പുള്ളിയുടെ പഴയകാല, അതായത് സബ് നടനൊക്കെ ആയിട്ട് നിൽക്കണല്ലേ, ഈ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന, പാർട്ട്നേഴ്സായിട്ട് നിൽക്കുന്ന ആ ടൈമിൽ കുറേ നല്ല ഹിറ്റ് പടങ്ങളുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നല്ല പാട്ടുണ്ട്, അതിൽ നല്ലൊരു ഫ്ലോ ഉള്ള പടമുണ്ടോ. കാണാത്തവരത് എന്തായാലും കാണേണ്ട പടമാണ്. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ പേരായിട്ട് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് പടങ്ങളുണ്ട്, CIDമാരായിട്ട്. അതൊക്കെ ഭയങ്കര നല്ല കുറേ നമുക്ക് ചിരിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ സമ്മാനിച്ച ആളാണ്, അല്ലേ? പുള്ളി നായകനാവണതിന് മുമ്പേ, നായകനായിട്ട് പോലും പുള്ളിയുടെ ആ ക്യാരക്ടറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ല, കുറേ മൈനസായിട്ട് കാണിച്ച്, അല്ലേ? അങ്ങനത്തെ റോളാണ് പുള്ളി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ സെൽഫായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ടൈപ്പ്, അല്ലേ? അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ എന്നാൽ ഞാൻ ആസ്വദിക്കും. നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളൊക്കെയാണ് പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ടൈമിൽ കാണിച്ച ലുക്ക്, പ്രസൻസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ വടക്ക് നോക്കി യന്ത്രം, പിന്നെ തലയണ മന്ത്രം, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ട്രാഫിക്. എനിക്ക് ഭയങ്കര എവിടേക്കോ ഭയങ്കര വിഷമം തോന്നിയൊരു പടമാണ്. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ ഇത്, അത് വീണ്ടെടുക്കാൻ വേണ്ടി നടക്കുന്ന ഇത്. ജസ്റ്റ് ഇങ്ങനെ നോക്കി വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്സിങ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ മുമ്പേ ആദ്യം തന്നെ നോക്കിയിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരയ്ക്കില്ല, അങ്ങനത്തെ പരിപാടിയല്ലല്ലോ ഇത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് തന്നെ സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും നല്ലതായിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞ് വരയ്ക്കുമ്പോഴാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോവാം. പിന്നെ പുള്ളിയുടെ മിഥുനത്തിൽ നല്ല റോളാണ് പുള്ളി ചെയ്തത്. പിന്നെ
ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ തമ്പുരാൻ, ബോംബെ പോണ തമ്പുരാൻ. അത് നല്ല റോളാണ്. നല്ല നല്ല ഒരു നെഗറ്റീവ് പോലെയാണ്, എന്നാലും ഇഷ്ടപ്പെട്ടു. അതെ, ഒരു ശ്രീനിവാസൻ എനിക്കൊരു വില്ലനായിട്ട് എത്ര ഇത് വന്നാലും ഓപ്പോസിറ്റായിട്ട് വന്നാലും നമുക്കത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഭയങ്കര പിന്നെ മേ ബി നമ്മളൊക്കെ ഉള്ളിലിങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് നിർത്തണോണ്ടായിരിക്കാം, നല്ല റെസ്പെക്റ്റോടെ നിർത്തണോണ്ടായിരിക്കാം. പിന്നെ ചിത്രത്തിൽ നല്ല അഭിനയം കേട്ടോ. ചിത്രത്തിൽ പുള്ളിയുടെ ഒരു വേറൊരു തമ്പുരാങ്കളി. പിന്നെ പുള്ളിയുടെ ഇപ്പം ഓർത്തിട്ടൊന്നും കുറേ പടമുണ്ട്. ഇപ്പം ഒരു മിനിറ്റ്. ഞാൻ ആദ്യം മൊത്തം ബ്ലാക്ക് ഷെയ്ഡിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പം ആ ഒരു ഇത് മാറ്റിയിട്ട് ഇടയ്ക്ക് കുറച്ച് വൈറ്റ് ഷെയ്ഡ് ഫേസിൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ കൊടുത്ത് അങ്ങനെയും കൂടി ട്രൈ ചെയ്യാനുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറേ മറ്റേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് വരച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ കുറേ ടൈമൊക്കെ എടുത്ത് ഞങ്ങൾ നോക്കി മായ്ച്ചും മറിച്ചൊക്കെ വരച്ചിട്ടിരുന്നതാണ് കേട്ടോ. ഒറ്റ ഷോട്ടിൽ ഇതേപോലെ തന്നെ വരയ്ക്കണമല്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ഇത് ഷായ് വരുന്നുണ്ടോ? ഓക്കെ, ഏകദേശം ഒരു പഴയ ഒരു ചിത്രം എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ജീവിതം ആയിക്കൊണ്ടിരിക്കണം അല്ലേ. പിന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സുണ്ടെങ്കിൽ സമാധാനമാവും, സമാധാനമായിരിക്കും അല്ലേ. പിന്നെ ഇത് ഏകദേശം ഫിനിഷ് ചെയ്ത് എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഇത് ഒതുക്കാറായി എന്ന് തോന്നുന്നു, തീർന്നെന്ന് തോന്നുന്നു. ഏതായാലും ടൈം കിട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓക്കെ എന്നാൽ താങ്ക് യു.